السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلى الله عليه وسلم. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും നിലകൊള്ളുന്നത് പരിശുദ്ധമായ പവിത്രമായ റജബ് മാസത്തിലെ ആദ്യത്തെ സുദിനത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് എന്തെല്ലാം നിഅമത്തുകളാണ്, അനുഗ്രഹങ്ങളാണ് അല്ലാഹു നൽകുന്നതെങ്കിൽ അത് മുഴുവനും ലഭിച്ചവരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് ഏറെ പവിത്രതകൾ നിറഞ്ഞ മാസമാണ്. പരിശുദ്ധമായ റജബിൽ ഒരു വിശ്വാസി ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധമായ റജബിൽ ചെല്ലാനുള്ള ചില ദിക്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. റജബിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്നുള്ളത് എല്ലാ ദിവസവും ആദ്യത്തെ 10 ദിവസങ്ങളിൽ 100 തവണ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്നുള്ളത് 70 തവണ വീതം രാവിലെയും വൈകുന്നേരവും മഹാന്മാർ ചൊല്ലി വരുന്ന ഒരു ദുആയും കൂടെയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ നമുക്ക് ഒരുമിച്ച് ഈ 2 ദിക്റുകളും ഈ പറഞ്ഞ കണക്കനുസരിച്ച് നമുക്ക് ചൊല്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് 1 മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം കൂടെയാണ്. പരിശുദ്ധമായ റജബിൽ ധാരാളം മഹാന്മാർ വഫാത്തായിട്ടുണ്ട്. പ്രത്യേകിച്ച് സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റജബ് 6-നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മഹാനായ ഇമാം ഷാഫിഈ തങ്ങളടക്കം, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അടക്കം, നമ്മൾ പറയപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അടക്കം ധാരാളം മഹത്തുക്കൾ ഈ റജബ് മാസത്തിൽ വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഖൈറിന്റെ കവാടങ്ങളും അല്ലാഹു നമുക്കൊക്കെ തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ റജബ് 1 ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസമാണ്. ആരാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു? മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയായിരുന്ന യാസിർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സേവകയായിരുന്ന ഖൈറ റളിയല്ലാഹു അൻഹയുടെയും മകനായിരുന്നു ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ജനിക്കുന്നത് ഹിജറ 21-ലാണ്. താബിഉകളിൽപ്പെട്ട പ്രമുഖ പണ്ഡിതനാണ്. ഉമ്മ ഖൈറ റളിയല്ലാഹു അൻഹ മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു എന്ന ചെറിയ കുഞ്ഞിനെയും കൂട്ടി സഹാബിമാരുടെ അടുത്ത് പോകാറുണ്ടായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിനെ വലിയ പണ്ഡിതനാക്കണേ എന്ന് പലപ്പോഴും ദുആ ചെയ്തിട്ടുണ്ട്. തന്റെ 10ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഹിജറ 37-ൽ ബസറയിലേക്ക് താമസം മാറ്റുകയുമായിരുന്നു മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. അങ്ങേയറ്റത്തെ വിനയവും പരിത്യാഗിയുമായി ജീവിതം കഴിച്ചുകൂട്ടിയ മഹാനും കൂടെയാണ് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വഅദ് കേൾക്കാൻ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആരാണ് വലിയ ഉത്കൃഷ്ടരെ പോലെ സംസാരിക്കുന്നത് എന്ന്. മഹാനവറുകളുടെ പ്രസംഗം കേട്ടുകൊണ്ടൊരിക്കൽ ആയിഷ ബീവി ചോദിച്ചത് വലിയ പ്രസിദ്ധമാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഞാൻ 300ഓളം സഹാബിമാരെ കണ്ടിട്ടുണ്ട്. അതിൽ 70ഓളം പേർ പരിശുദ്ധരായ ബദരീങ്ങളാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പുതിയ ആശയങ്ങളെ കടത്തിക്കൊണ്ടുവരുന്ന പുത്തനാശയക്കാരോട് വല്ലാത്ത വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിച്ച ഒരു മഹാനും കൂടെയായിരുന്നു മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ വളരെ ക്രൂരനായി അറിയപ്പെടുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ്
അക്കാലത്ത് പണ്ഡിതന്മാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഹരമായിരുന്നു, ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ഒരു ഹരമായിരുന്നു അക്കാലത്ത് മുസ്ലിം പണ്ഡിതന്മാരെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുക എന്നുള്ളത്. ഒരിക്കൽ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോ മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല, അദ്ദേഹത്തിന് ഒരു പരിഗണനയും കൊടുത്തില്ല. ഇത് കണ്ടപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഹസൻ ബസരി തങ്ങളെ വധിക്കാൻ ആവശ്യപ്പെടുകയും എന്നാൽ പിന്നീട് പേടിച്ചുകൊണ്ട് പിന്മാറേണ്ടി വന്ന ഒരു ചരിത്രം ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെയല്ലാതെ ഒരു സൃഷ്ടിയെ പോലും പേടിക്കാതെ ഈ ലോകത്ത് ജീവിച്ച് വഫാത്തായി പോയ മഹാനും കൂടെയാണ്. പരിശുദ്ധമായ റജബ് മാസത്തിൽ ഹിജറ 110-ാം വർഷം റജബിന്റെ ആദ്യത്തിലാണ് മഹാനവറുകൾ ഈ ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെയൊക്കെ മദദ് നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ റജബ് മാസത്തിൽ വിട പറഞ്ഞു പോയവരുടെയൊക്കെ പേരിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് ഈ ദിക്റുകളും ചൊല്ലി ദുആ ചെയ്യാം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇലാ ഹളറത്തി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. سبحان الحي القيوم 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 سبحان الحي القيوم
سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم سبحان الحي القيوم. അല്ലാഹു നമ്മൾ ചൊല്ലിയ ഈ ദിക്റിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 70 തവണ അല്ലാഹുമ്മ ഗുഫ്റിലി വർഹംനി വതുബ് അലയ്യ എന്നുള്ള ദിക്റും കൂടെ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. اللهم اغفر لي وارحمني وتب علي 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 اللهم اغفر لي وارحمني وتب علي. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ സൂറത്ത് ഫാത്തിഹയും ഞങ്ങളിവിടെ ചൊല്ലിയ സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്നുള്ള ദിക്റും അല്ലാഹുമ്മ ഗുഫ്ർലി വർഹംനി വതുബ് അലയ്യ എന്നുള്ള ദിക്റും പരിപൂർണമായ രൂപത്തിൽ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റജബ്
ആഗതമായാൽ അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلى الله عليه وسلم. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിവിടെ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ അനുസ്മരിച്ച ഹസൻ ബസരി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ പവിത്രമായ ഈ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ മുഴുവൻ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാന്മാരുടെ ഖൽബ് നീ ആത്മസംസ്കരണം നടത്തിയതുപോലെ, ശുദ്ധീകരിച്ചതുപോലെ സാധുക്കളായ ഞങ്ങളെ ഹൃദയങ്ങളെയും നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ ദോഷങ്ങളും പുറത്ത് നീ ഇഷ്ടപ്പെട്ട നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിലേക്ക് ഞങ്ങളെ നീ ചേർത്തി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറിന്റെ കവാടങ്ങളും നീ തുറന്നു തരണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസം ആഗതമായാൽ ഹബീബായ മുത്തുനബി ബറക്കത്തിന് വേണ്ടി ധാരാളം ദുആ ചെയ്യാറുണ്ടായിരുന്നല്ലോ. അല്ലാഹുവേ, ഒരു അടിമക്ക് നീ എന്തെല്ലാം നിഅമത്തുകളാണോ നൽകുന്നത്, മുഴുവൻ നിഅമത്തുകളും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മുഴുവൻ പോരിശയും ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ മക്കൾ, അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും നീ ഖൈറിന്റെ കവാടങ്ങളെ നീ തുറന്നു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ ദോഷങ്ങളും നീ പുറത്തു നൽകണേ അല്ലാഹ്. നിന്റെ വിശാലമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളിൽ, മാതാപിതാക്കളിൽ, ഭാര്യമാരിൽ, ഞങ്ങളെ കച്ചവടങ്ങളിൽ, ഞങ്ങളെ വാഹനങ്ങളിൽ, യാത്രകളിൽ, പഠനത്തിൽ, അല്ലാഹുവേ, എല്ലാറ്റിലും നീ ബറക്കത്തിനെ ഏറ്റി നൽകണേ അല്ലാഹ്. എല്ലാ ഷർറുടയതിന്റെ ഷർറിൽ നിന്നും നീ കാവൽ നൽകണേ അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹുവേ, പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവരുടെയും ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതിന്റെയും ചൊല്ലിയതിന്റെയും ഒക്കെ മിസ്ല സവാബിനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുടെ അർവാഹിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെയൊക്കെ ബർസഖി ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ അല്ലാഹ്. നാളെ സ്വർഗീയ ലോകത്ത് ഹബീബായ മുത്തുനബിയോടൊപ്പം അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. പരിശുദ്ധമായ പവിത്രമായ ഈ റജബ് മാസത്തിൽ ഇബാദത്തുകളെ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഈ റജബ് മാസം കൊണ്ട് വിജയിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ധാരാളം റജബിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.